ഹലോ! എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങള് റൂമിലെ നോമ്പ് തുറയാണ്. ഞങ്ങളെ റൂമിലെ കുറച്ച് പേര് മാത്രം ഒത്തുകൂടുന്ന ഒരു നോമ്പ് തുറ. ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് ഷെഫീഖ് ബ്രോ ആണ് കേട്ടോ. ഓരോ ദിവസം ഓരോ ഇങ്ങനത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ, "നിതിൻ ബ്രോ ഇന്ന് ലീവാണോ? ഇന്ന് ഏതാ ഷിഫ്റ്റ്? ഇന്നെന്താ ഡ്യൂട്ടി?" എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് പ്ലാൻ പറയും. ഇന്ന പ്ലാനുണ്ട്, ഇന്ന് നോമ്പ് തുറയുണ്ട്, ഇന്ന് ഈ നോമ്പ് തുറയുണ്ട് എന്നൊക്കെ. അപ്പോൾ ശരിക്കും പുള്ളിയാണ് ഇതിൻ്റെ ഒരു മെയിൻ. അപ്പം അത് പുള്ളിയുണ്ട് ഷെഫീഖ് ബ്രോ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും എല്ലാം ഒത്തുകൂടുന്നതും എല്ലാം ഒരു ആഘോഷം പോലെ നടക്കുന്നതും മെയിൻ കാര്യം പുള്ളി തന്നെയാണ്. സോ ഇത്തവണയും ഞങ്ങൾ റൂമിൽ ഒത്തുകൂടിയപ്പം എല്ലാ മേൽനോട്ടം പുള്ളിയുടെ വക തന്നെയായിരുന്നു. ഒരുപാട് ഡിഷസൊക്കെ ഉണ്ടാക്കി, കരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. മൊയ്തീൻ ഷാഹിൻ്റെ മെയിൻ ഐറ്റമാണ് കരിക്കഞ്ഞി. പണ്ട് കരിക്കഞ്ഞി എന്ന് പറഞ്ഞ് കുറേ കളിയാക്കിയായിരുന്നു. ഇത്തവണ 2, 3 തവണ കരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. സോ സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് ഷുഹൈബ് ബ്രോൻ്റെ വക ഒരു അടിപൊളി ചിക്കൻ കറിയും ഷുഹൈബ് ബ്രോ ഉണ്ടാക്കിയായിരുന്നു. സോ അതുണ്ടാക്കി. പിന്നെ ജ്യൂസ് ഉണ്ടാക്കി ഷെഫീഖ് ബ്രോയും കൂടെ ചേർന്നിട്ട്. പിന്നെ കുറേ ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങിച്ചിരുന്നു. സമൂസ, പക്കവട. മുനീർ ബ്രോയും ഞാനും കൂടെ അതൊക്കെ അറേഞ്ച് ചെയ്യുന്ന പരിപാടിയിലായിരുന്നു. ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. വത്തക്ക, ആപ്പിള്, മുസമ്പി ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി അതൊക്കെ എല്ലാം സെറ്റാക്കി ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോഴത്തേക്ക് എല്ലാം വിരിച്ചൊക്കെ വെച്ച് റെഡിയാക്കാൻ നിൽക്കുകയായിരുന്നു. ഇനി കുറച്ച് പേരൂടെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ഞാനും ഇവരോട് കൂടി എനിക്കും എല്ലാം ഒരു ആഘോഷം പോലെ സെറ്റപ്പായിരുന്നു. അപ്പോൾ കുറേ പേര് ഞങ്ങളൊരു 10, 15 പേരോളം ഉണ്ടായിരുന്നു ഇത്തവണ നോമ്പ് തുറക്കാൻ തന്നെ. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ഏകദേശം എല്ലാവർക്കും ഒരു ഓഫായിരുന്നു. എനിക്കും ഇന്ന് നല്ലൊരു ഓഫായിട്ടുള്ള ദിവസമായതുകൊണ്ട് എനിക്ക് ഇവരോട് കൂടാൻ പറ്റി. സാധാരണ ഇവരെന്ത് പരിപാടി വിധിച്ചാലും എനിക്ക് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. ഇത്തവണ പക്ഷേ എല്ലാ നോമ്പ് തുറക്കും ഇവരെ പരിപാടിക്കും ഒത്തുകൂടലും ഒക്കെ എനിക്ക് ഒത്തുകൂടാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റാക്കി എല്ലാം കട്ട് ചെയ്ത് വെച്ചു. നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തു. ജ്യൂസൊക്കെ വെച്ചു. മൊയ്തീൻ ഷാ ഉണ്ടാക്കിയ തരിക്കഞ്ഞിയൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നോമ്പ് തുറക്കാൻ ഇന്ന് 6:20, 6:21 അങ്ങനെയായിരുന്നു സമയം നോമ്പ് തുറക്കാനുള്ള. സോ ആ സമയമാവുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അതുവരെ ഞങ്ങൾ ഇന്ന് ആണെങ്കിൽ ക്രിക്കറ്റ് സെമി ഫൈനലായിരുന്നു. സഞ്ജുവിൻ്റെ വെടിക്കെട്ട് ബാറ്റിങ്ങും ഉണ്ടായിരുന്നു. അതും കണ്ടു. അതിൻ്റെ കൂടെയാണ് ഈ ആഘോഷം ഉള്ളത്. അപ്പം പിന്നെ പുറത്ത് യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ച് അതൊക്കെ മറന്ന് ഞങ്ങൾ ഒത്തുകൂടാണ്. നല്ല രസമായിരുന്നു. അപ്പം വളരെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒത്തുകൂടാൻ സമയം കിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ നോമ്പ് തുറയ്ക്ക് ആണ് ഞങ്ങൾ കൂടുതൽ ഒത്തുകൂടിയത്. കൽബയിലെ കുറേ ആൾക്കാരെയൊക്കെ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അല്ലാതെ എല്ലാവരും തിരക്കിലല്ലേ. അപ്പം ഇങ്ങനെ ഈ സമയത്തൊക്കെ ആണ് ഇങ്ങനെ ഞങ്ങൾക്ക് പരസ്പരം കാണാനും സമയം ചെലവഴിക്കാനൊക്കെ പറ്റാറ്. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും ഇരുന്നു. സമയമൊക്കെ ഓരോ കഥകളൊക്കെ പറഞ്ഞു ക്രിക്കറ്റിലെ കാര്യം, യുദ്ധത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. ഇന്ന് അങ്ങനെ എൻ്റെയും ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാനും ഒരു പകുതി നോമ്പോളം എടുത്തു കഴിഞ്ഞു. സോ അതിൻ്റെ ഒരു സംതൃപ്തി എനിക്കും ഉണ്ട്. ഞാനൊരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും നോമ്പെടുക്കാൻ പറ്റുമെന്ന്. ആ ഒരു സന്തോഷം എനിക്കും ഉണ്ട്. സോ ഇവരൊക്കെ സപ്പോർട്ടാണ് കേട്ടോ എനിക്കും. ഞാനിങ്ങനെ ഇത്രയും നോമ്പെടുക്കാൻ രാവിലെ അത്താഴം കഴിക്കാനാണെങ്കിലും വൈകിട്ട് നോമ്പ് തുറക്കാനാണെങ്കിലും എന്നെ ഉൾപ്പെടുത്താൻ അവർ മാക്സിമം ശ്രമിക്കും. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എൻ്റെ ഡ്യൂട്ടി ടൈം ചോദിക്കും. അങ്ങനെ എല്ലാം ഭയങ്കര ഒരു വൈബാണ്. ഞാനും അവരെ കൂടെ ഉള്ളതുപോലെ എനിക്ക് ഫീലിംഗ്. ശരിക്കും ഈ റൂമിൽ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ഈ റൂം വിട്ട് പോകരുതെന്ന് പോലും എനിക്ക് ആഗ്രഹമുള്ളത് ഈ റൂമിനോട് അടുപ്പതിനേക്കാളും ഇവരോടുള്ള ഒരു ഒത്തുകൂടലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതെനിക്ക് ഈ റൂം എനിക്ക് അത്രയും ഇഷ്ടമാണ്. വളരെ ചെറിയൊരു റൂമാണ്. എന്നാലും ഒരുപാട് പരിമിതികളുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങളെല്ലാവരും ആ ഓരോ ഡേറ്റ്സ് കഴിച്ചാണ് നോമ്പ് തുറന്നത്. എന്തുണ്ട് ഈ ഡേറ്റ്സ് കഴിച്ച് നോമ്പ് തുറക്കുന്നതിനുള്ള ഐഡിയ ഞാൻ ഷെഫീഖ് ബ്രോയോട് ചോദിച്ചിരുന്നു. പക്ഷേ അത് പറഞ്ഞത് പണ്ട് മുതലേ ആൾക്കാർ ഇങ്ങനെയായിരുന്നു. അന്നൊക്കെ ഡേറ്റ്സ് ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം. അതുകൊണ്ട് അത് വെച്ചാണ് എല്ലാവരും തുറക്കുന്നത്. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. വേറെ എന്തെങ്കിലും ഐതിഹ്യങ്ങളുണ്ടെങ്കിൽ എനിക്കറിയില്ല. നിങ്ങൾ പറയാം. അങ്ങനെ തരിക്കഞ്ഞിയൊക്കെ കുടിച്ചു. കരിക്കഞ്ഞി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. മൊയ്തീൻ ഷാ വെച്ച് ഇപ്പം നല്ല സൂപ്പറാകുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി. ശരിക്കും ഈ നോമ്പ് കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശുദ്ധിയുടെയും ഒക്കെ കാലമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒത്തുകൂടൽ ആണ് അതിൻ്റെ മെയിൻ സന്തോഷം എന്ന് തോന്നിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ഇന്ന് പൊറോട്ടയും
ചിക്കൻ കറിയും പത്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ ഷാബ് ബ്രോൻ്റെ ചിക്കൻ കറിയും സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ നോമ്പ് തുറ അടിച്ചു പൊളിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ.